നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളിൽ നിന്ന് പോലീസിന് നേർക്ക് രൂക്ഷമായ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രാജിവെക്കേണ്ടതെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. സോളാർ തട്ടിപ്പ് കേസിൽ നടി ശാലു മേനോൻ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് ഹൈക്കോടതി പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള LDFന്റെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് നഗരസഭ ഡെങ്കിപ്പനി ഭീതിയിൽ. നിയന്ത്രണത്തിനായി നിരവധി പ്രവർത്തനം നടത്തിയിട്ടും രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള LDFന്റെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് തുടക്കമായി. കോടതിക്ക് പോലും സംശയമുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തുടരാൻ അർഹതയില്ലെന്ന് നീലേശ്വരത്ത് സമരം ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞു. സരിതയുടെ കാര്യത്തിലും ഈ ബിജു രാധാകൃഷ്ണന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു കരുതലും ഉണ്ടായില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പൊ അങ്ങനെ കരുതൽ നടപടികൾ ഉണ്ടായിട്ടും എന്തേ അതിനെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ഉമ്മൻചാണ്ടിയെ പ്രേരിപ്പിച്ച കാര്യം തട്ടിപ്പുകാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ബന്ധപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇവിടെ സ്വീകരിച്ച നിലപാടുകൾ ആദ്യം എല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. ഒരു കാര്യത്തിലും അദ്ദേഹം സമ്മതി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. സരിത എന്ന് പറയുന്ന ഈ തട്ടിപ്പുകാരിയും ബിജു എന്ന് പറയുന്ന തട്ടിപ്പുകാരനും കൂടി ഓഫീസിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം പോലും നിഷേധിക്കാൻ തയ്യാറായി. അതടക്കം നിഷേധിച്ചോളൂ. ഓഫീസിലുള്ള ആളുകളുമായിട്ട് ഇവർ ബന്ധപ്പെടുന്നു. ഓഫീസിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ആ ഓഫീസിലുള്ളവരെ എല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഈ ഓഫീസ് നടക്കുന്ന എല്ലാറ്റിന്റെയും ഉത്തരവാദിത്വം എനിക്കാണ്. എന്റെ ഓഫീസിലൂടെ ആരും തെറ്റ് ചെയ്തിട്ടില്ല. ഒരു ഫോൺ സംസാരം, ഒരു ഫോണിൽ സംസാരിച്ചു പോകുന്നത് കുറ്റകരമാണ്. അവരാരും തെറ്റ് ചെയ്യുന്നവരല്ല. എന്റെ കൂടെ നിൽക്കുന്നവരാരും തെറ്റ് ചെയ്യുന്നവരല്ല. അതിന്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പരസ്യമായി പറഞ്ഞയാളാണ് ഈ മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ നിയമവാഴ്ച തകർന്നെന്നും സരിതയുടെ മൊഴി രേഖപ്പെടുത്താൻ തടസ്സം നിന്ന സർക്കാരും പരിഹാസ്യമായ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയും കേരളത്തിന് അപമാനം സൃഷ്ടിക്കുകയാണെന്നും ജില്ലാ കേന്ദ്രങ്ങളിൽ LDF നടത്തുന്ന രാപ്പകൽ സമരം നീലേശ്വരത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കോടതി മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തമായ പരാമർശങ്ങളാണ് ഉയർത്തിയത്. കോടതിക്ക് പോലും സംശയമുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇനിയും തുടരാൻ അർഹതയില്ലെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. കരുണാകരനെ താഴെയിറക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞ ന്യായങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു കുത്തുകയാണെന്ന് സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. ആ ന്യായങ്ങൾ തന്നെ ഇപ്പോൾ മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ നേരെ തിരിഞ്ഞു കുത്തുകയാണ്. കരുണാകരന്റെ അതേ ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ചടഞ്ഞിരിക്കാൻ തുനിയാതെ ന്യായമായ നിലയിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ മിസ്റ്റർ ഉമ്മൻചാണ്ടി ശ്രമിക്കേണ്ടതാണ്. വൻ ജനപങ്കാളിത്തത്തോടെയാണ് ജില്ലാ കേന്ദ്രങ്ങളിലെ രാപ്പകൽ സമരം പുരോഗമിക്കുന്നത്. എറണാകുളത്ത് മാത്യു T. തോമസും കോഴിക്കോട് A. വിജയരാഘവനും കണ്ണൂരിൽ പന്ന്യൻ രവീന്ദ്രനും കോട്ടയത്ത് AK ബാലനും സമരം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടുന്നതുവരെ സമരം ശക്തമാക്കാനാണ് ഇടതുപക്ഷ സംഘടനകളുടെ തീരുമാനം. ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളിൽ നിന്ന് പോലീസിനു നേർക്ക് രൂക്ഷമായ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രാജിവെക്കേണ്ടതെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. PT തോമസ് തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ മര്യാദകേടാണ്. കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന തന്നോടും കേരള കോൺഗ്രസിനോടും PT തോമസിന് ശത്രുതയാണ്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനുമായി മാണി സാറും താനും ജയരാജും ചർച്ച നടത്തിയെന്നാണ് PT തോമസ് പറഞ്ഞത്. എന്നാൽ താൻ പിണറായി വിജയനെ കണ്ടിട്ട് 10 വർഷമെങ്കിലുമായെന്ന് PC ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായി ചമയുന്നവർ അദ്ദേഹത്തെ അപമാനിച്ച് ഇറക്കിവിടാനാണ് ശ്രമിക്കുന്നത്.
ഇങ്ങനെയൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കൂടെ കൊണ്ടു നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് അപകടമാണ്. താൻ രാജ്യസന്നദ്ധത പാർട്ടി ചെയർമാൻ KM മാണിയെ അറിയിച്ചു. എന്നാൽ 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും കേരള കോൺഗ്രസ് പാർട്ടിക്കാണ് നൽകിയത്. അതിനാൽ രാജിവേണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുമായി രാജിക്കാര്യം അറിയിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹവും രാജിവെക്കേണ്ട എന്ന നിലപാടാണ് പറഞ്ഞത്. മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ പേരിൽ രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് ആവർത്തിച്ചത്. സോളാർ കേസിൽ സർക്കാരിനെതിരെ കോടതി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PC ജോർജ് രാജിവെക്കാൻ ഒരുങ്ങിയ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ PC ജോർജ് തുടരുന്നതിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലെന്നായിരുന്നു മറുപടി. തന്നെ ഏതായാലും ജോർജ് രാജ്യസന്നദ്ധത അറിയിച്ചിട്ടില്ല. തനിക്കെതിരെ പരാതി നൽകിയ കുരുവിളയുടെ പരാതി വന്നപ്പോൾ തന്നെ അതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DGPയോട് നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് പരാതി വന്ന ദിവസം തന്നെ തൃക്കാക്കര പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തൻ്റെ ബന്ധുവായ ആൻഡ്രൂസും പേഴ്സണൽ സ്റ്റാഫ് അംഗം ഡൽജിത്തും ചേർന്നാണ് 1 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തതെന്നാണ് പരാതി തന്നത്. എന്നാൽ തനിക്ക് ആൻഡ്രൂസ് എന്നൊരു ബന്ധുവില്ല, ഡൽജിത്ത് എന്നൊരാൾ പേഴ്സണൽ സ്റ്റാഫിലുമില്ല. ഇക്കാര്യം അന്ന് തന്നെ അദ്ദേഹത്തോട് പറയുകയും പരാതി ഗൗരവമായി അന്വേഷിക്കാൻ DGPക്ക് നൽകുകയായിരുന്നു. കുരുവിള പറഞ്ഞ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. എന്നാൽ അവർ പറഞ്ഞത് മറ്റൊരു കഥയാണ്. പണം അവരിൽ നിന്ന് കുരുവിള തട്ടിയെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. തനിക്കെതിരെ ഇതുവരെയും ഒരു തെളിവും ഹാജരാക്കാൻ കുരുവിളയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കുരുവിള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം തന്നെ കേസിൽ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഒരു കള്ളം 100 വട്ടം ആവർത്തിച്ചാൽ അത് സത്യമാകില്ല. സോളാർ കേസിൽ തൻ്റെ ഓഫീസിൽ അനധികൃതമായി ഒന്നും നടന്നിട്ടില്ല. ഇക്കാര്യം ശ്രീധരൻ നായരുടെ മൊഴിയിലും വ്യക്തമാണ്. തനിക്കോ സർക്കാരിനോ കേസിൽ മറച്ചുവെക്കാൻ ഒന്നുമില്ല. മാധ്യമ വാർത്തകളുടെ പിന്നാലെ നടന്ന് സമയം കളയാൻ താനില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. സോളാർ തട്ടിപ്പ് കേസിൽ നടി ശാലു മേനോൻ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് ഹൈക്കോടതി പിന്നീടൊരു ദിവസത്തേക്ക് മാറ്റി. സോളാർ തട്ടിപ്പ് സംബന്ധിച്ച കേസ് ഡയറി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഈ കേസ് ഡയറി കൂടി പഠിച്ച ശേഷം മാത്രമേ ശാലുവിന്റെ ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാനാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് SS സതീഷ് ചന്ദ്രൻ വിധി പറയുന്നത് മാറ്റിവെച്ചത്. കാലത്ത് ജാമ്യ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ കേസിലെ 2ാം പ്രതി സരിത S നായരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതി ഉച്ചയ്ക്ക് 1:45 തന്നെ കേസ് അന്വേഷണത്തിൽ കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേസ് ഡയറിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ടെന്നും ശാലു നേരിട്ട് 46 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും DGP കോടതിയെ ധരിപ്പിച്ചു. തട്ടിപ്പിലൂടെ നേടിയ പണം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും DGP പറഞ്ഞു. കേസ് ഡയറിയോടൊപ്പം പോലീസിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. നഗരസഭയിൽ ഡെങ്കിപ്പനി ഭീതി ഒഴിയുന്നില്ല. ഡെങ്കിപ്പനി നിയന്ത്രണത്തിനായി നിരവധി പ്രവർത്തനം ഇതിനകം നടത്തിയിട്ടും രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ DMO ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി വ്യാഴാഴ്ച 2-ന് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, സ്ഥാപന മേധാവികൾ എന്നിവരുടെ യോഗം വിളിച്ചു. E. ചന്ദ്രശേഖരൻ MLAയുടെ അധ്യക്ഷതയിൽ DMO കോൺഫറൻസ് ഹാളിലാണ് യോഗം. അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും കൊതുകിൻ്റെ ഉയർന്ന തോതിലുള്ള സാന്ദ്രതയുമാണ് രോഗം വ്യാപിക്കുന്നതിനുള്ള കാരണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ. നഗരത്തിൽ ഇതിനകം 14 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 22 പേർക്ക് രോഗബാധയുള്ളതായി സംശയവുമുണ്ട്. 2 പേർക്ക് മലേറിയയും പിടിപെട്ടു. രോഗം പടരുന്നതിനാൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഹോസ്ദുർഗിലെ ബീവറേജസ് ഔട്ട്ലെറ്റ്, നഗരസഭാ കാര്യാലയം, കോടതി, ബ്ലോക്ക് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലാണ് ഫോഗിംഗ് നടത്തിയത്. ജില്ലാ മലേറിയ ഓഫീസർ ഡോക്ടർ V. സുരേശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ M. കുഞ്ഞികൃഷ്ണൻ, K. മധുസൂദനൻ, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഒരിടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു.
അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ച് മൃതപ്രായനാക്കിയ ഷഫീഖിന്റെ തലച്ചോറിലെ നീര് കുറഞ്ഞു തുടങ്ങി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ കെ മഹാദേവൻ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് കട്ടപ്പനയിലെത്തി കുട്ടിയെ പരിശോധിച്ചു. മൊത്തത്തിൽ കുഞ്ഞിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. വേദനയോട് പ്രതികരിക്കുന്നുണ്ട്. കുട്ടിയുടെ സ്ഥിതിയിൽ 40% പുരോഗതിയുണ്ടായെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. ആൻറ്റിബയോട്ടിക്കുകളും അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്നുകളുമാണ് ഇപ്പോൾ നൽകുന്നത്. ട്യൂബ് വഴി ഭക്ഷണവും നൽകുന്നു. തലയ്ക്കേറ്റ പരിക്ക് ഓർമ്മശക്തി കുറച്ചേക്കുമോ എന്ന് ആശങ്കയുണ്ട്. വേറെ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലെന്നാണ് ഡോക്ടർ മഹാദേവൻ അഭിപ്രായപ്പെട്ടത്. സെൻറ് ജോൺസ് ആശുപത്രിയിലെ ICU എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ്. 3 ആഴ്ചയെങ്കിലും കഴിയാതെ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതലായൊന്നും പറയാനാവില്ല. കണ്ണു തുറക്കുന്നതും സ്വയം സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതും നല്ല സൂചനയാണ്. തലച്ചോറിനേറ്റ ക്ഷതം ഗൗരവമുള്ളതാണ്. മർദ്ദനമേറ്റുകിടന്ന സമയങ്ങളിൽ ഓക്സിജൻ കിട്ടാതിരുന്നതും സ്ഥിതി ദയനീയമാക്കി. കഴുത്തിന് കുത്തിപ്പിടിച്ചതിനാൽ ശ്വാസനാളത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. തലച്ചോറിൻ്റെ വലതുഭാഗത്താണ് പരിക്കേറ്റിട്ടുള്ളത്. ഇത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെ ബാധിച്ചേക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ 4.5 വയസ്സു മാത്രമുള്ള കുട്ടിയായതിനാൽ മസ്തിഷ്ക കോശങ്ങൾ സ്വയം വികാസം പ്രാപിച്ചേക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ശരീരത്തിലെ നീർക്കെട്ട് കുറഞ്ഞു വരുന്നത് നല്ല സൂചനയാണ്. അതേസമയം ഷഫീഖിൻ്റെ രണ്ടാനമ്മയുടെ ഇളയ കുട്ടി 2.5 വയസ്സുള്ള ആഷിഖിനെ ചൊവ്വാഴ്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. കുട്ടിയുടെ അച്ഛനമ്മമാർ ജയിലിലായതിനാലാണിത്. ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി കുമ്മളി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ഷെരീഫിനെയും ഭാര്യ അനീഷയെയും ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കി. പീരുമേട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവരെ ഓഗസ്റ്റ് 5 വരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. വധശ്രമം, ബാലപീഡനം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നിവയ്ക്കാണ് കേസെടുത്തിട്ടുള്ളത്. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയോടനുബന്ധിച്ചുള്ള വഴിപാട് വള്ളസദ്യകൾ ഈ മാസം 31-ന് ആരംഭിക്കും. ഇത്തവണ 51 പള്ളിയോടങ്ങൾക്കായി 500ഓളം വഴിപാട് വള്ളസദ്യകൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. വള്ളസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാമ്പദേവൻ അറിയിച്ചു. ഭക്തജനങ്ങൾ ഇഷ്ടകാര്യലബ്ധിക്കായി നടത്തുന്ന വഴിപാടാണ് വള്ളസദ്യകൾ. പമ്പാ നദിയുടെ ഇരുകരകളിലുമുള്ള കരക്കാരുടെ ഉടമസ്ഥതയിലുള്ള പള്ളിയോടങ്ങൾക്കാണ് ഭക്തർ വള്ളസദ്യകൾ വഴിപാടായി നടത്തുന്നത്. പള്ളിയോടങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. വഴിപാട് വള്ളസദ്യ നടത്തുന്ന ഭക്തർ ഒന്നോ അതിലധികമോ പള്ളിയോടങ്ങളെ ക്ഷണിച്ചു വരുത്തി ഭക്തിനിർഭരമായ സ്വീകരണം നൽകി ആചാര അനുഷ്ഠാനങ്ങളോടെ വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നു. സദ്യയ്ക്ക് ശേഷം പറതളിച്ച് പള്ളിയോടങ്ങളെ യാത്രയാക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. സാധാരണ സദ്യയ്ക്ക് നൽകുന്ന വിഭവങ്ങൾ കൂടാതെ അനേകം മറ്റ് വിഭവങ്ങളും പള്ളിയോടക്കരക്കാർ പാട്ടുപാടി ചോദിക്കുന്ന പ്രത്യേക വിഭവങ്ങളും സദ്യയിൽ വിളമ്പുന്നു. ഭഗവാന്റെ നിവേദ്യച്ചോറ്, വെണ്ണ, പാൽ, മടന്തത്തോരൻ തുടങ്ങിയ വിഭവങ്ങളാണ് കരക്കാർ പ്രത്യേകമായി പാടി ചോദിക്കുന്നത്. പമ്പാ നദിയിലെ ജലനിരപ്പ് പരിഗണിച്ചും ആറന്മുള ക്ഷേത്രത്തിലെ സ്ഥലപരിമിതി പരിഗണിച്ചും ജൂലൈ 31 മുതൽ ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വർഷം 7 കരാറുകാരെയാണ് വള്ളസദ്യ പാചകം ചെയ്യുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ഊട്ടുപുരകളിലും തിരുമുറ്റത്തിടുന്ന താൽക്കാലിക പന്തലുകളിലും പാഞ്ചജന്യം, കൃഷ്ണവേണി എന്നീ ഓഡിറ്റോറിയത്തിലുമായാണ് വള്ളസദ്യ നടക്കുന്നത്. ഇത്തവണ 500ഓളം വള്ളസദ്യകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് KV സാമ്പദേവൻ അറിയിച്ചു. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഒരു ദിവസം 15 വള്ളസദ്യകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. വള്ളസദ്യയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുവരുന്നതായും പ്രസിഡന്റ് അറിയിച്ചു. 31 രാവിലെ 11 മണിക്ക് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ആനക്കൊട്ടിലെത്തി ഭദ്രദീപം തെളിയിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MB ഗോവിന്ദൻ നായർ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. വള്ളസദ്യയുടെ സുഗമമായ നടത്തിപ്പിന് ദേവസ്വം ബോർഡും പള്ളിയോട സേവാസംഘവും ഭക്തജനങ്ങളും അടങ്ങുന്ന കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളിൽ നിന്ന് പോലീസിന് നേർക്ക് രൂക്ഷമായ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രാജിവെക്കേണ്ടതെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. സോളാർ തട്ടിപ്പ് കേസിൽ നടി ശാലു മേനോൻ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് ഹൈക്കോടതി പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള LDFന്റെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് നഗരസഭ ഡെങ്കിപ്പനി ഭീതിയിൽ. നിയന്ത്രണത്തിനായി നിരവധി പ്രവർത്തനം നടത്തിയിട്ടും രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.